വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1:26-38. എലിസബത്ത് ഗർഭിണിയായതിന്റെ 6-ാം മാസത്തിൽ ഗലീലയിലെ നസറേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേപ്പ് എന്ന പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മലാഖയെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ ചെന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. അവളവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ അഭിവാദനം എന്താകുമെന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയാമേ, ഭയപ്പെടേണ്ട, എന്നാൽ ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചു അവനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ മഹാനാകും, അച്ഛന് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ജനത്തിന്മേൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയാം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായി അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഈ വചനപ്പെരുന്നാൾ സംബന്ധിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയാം. സഭയിലെ ഏറ്റവും വലിയ പെരുന്നാളായ ഈ വചനപ്പെരുന്നാൾ നാളെയാണ്. ഞായറാഴ്ച എല്ലാ ആരാധനയും നടത്തുന്നതിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആ ആരാധന, ആ പെരുന്നാൾ ഇവിടെ നടത്തുകയാണ്. വചനപ്പെരുന്നാളിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിഴലിട്ട് കന്യാമറിയാമിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവോത്തരം ജനിച്ചതായ സംഭവം എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ആവർത്തിക്കേണ്ട പ്രതിഭാസമാണ്. നമ്മുടെ മാമോദിസായുടെ ദിവസം നമ്മുടെ ഉള്ളിൽ യേശുക്കുഞ്ഞ് ജനിച്ചതാണ്. പക്ഷേ ആ യേശുക്കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ടോ? ആ യേശുവിനെ നമ്മൾ വളർത്തിയോ? ആ യേശുവിനെ സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് നമ്മൾ ബന്ധുക്രിസ്തിയുടെ അനുഭവത്തിൽ ആത്മഫലമുള്ളവരാണോ എന്നൊക്കെ ഒന്നുകൂടെ പരിശോധിക്കുവാൻ ഇതായി വചനപ്പെരുന്നാൾ നമുക്ക് സ്വയപരിശോധനയ്ക്കായിട്ട് തന്നതാണ്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഇന്നത്തെ പ്രായപൂർത്തിയായ പ്രാണക്കുട്ടിയുടെ ഉള്ളിൽ നമ്മുടെ ദേഹിക മണ്ഡലത്തിൽ യേശുക്കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിവുണ്ട്. അങ്ങനെ യേശുവിൻ്റെ അമ്മമാരാകാനുള്ള കഴിവ് നമ്മുടെ ദേഹിക്കുണ്ട്. സ്ത്രീവൃക്ഷ ഭേദമന്യ സകലരുടെയും ദേഹി ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് വചനം കേട്ടാൽ യേശുക്കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പർവ്വതത്തിന് മുകളിൽ കയറിയാലേ പ്രാണക്കുട്ടി വചനം കേട്ട് ഗർഭിണിയാവൂ എന്നുള്ള കാര്യം 29-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആരാധന സ്ഥലവും ഒരു പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഈ ആരാധന സ്ഥലം ഇങ്ങനെ ഉയർന്ന് പടിപടിയായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ശരീരം ഇവിടെ ഈ താഴ്വരയിൽ വെച്ചിട്ട് നമ്മുടെ ബോധവിചാര ഹൃദയമണ്ഡലം മാൻപേടയെ പോലെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ചാടി മുകളിൽ ചെന്ന് അങ്ങനെ പർവ്വതത്തിൻ്റെ മുകളിലെത്താമെങ്കിൽ, സീനായി മലയിൽ മോശ വചനം കേട്ടതായ ആ കൊടുമുടിയിലെത്താമെങ്കിൽ നമ്മുടെ പ്രാണക്കുട്ടിയും വചനം കേട്ട് ഗർഭം ധരിക്കും. അപ്പോൾ നമ്മുടെ കന്യകയായിരിക്കുന്ന പ്രാണക്കുട്ടികൾ ബോധവിചാര ഹൃദയമണ്ഡലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ആ മലയിൽ വെച്ച് വചനം കേട്ടാൽ നമുക്ക് ഗർഭിണിയാകാൻ സാധിക്കും. നമ്മുടെ ദേഹിയുടെ മണ്ഡലം എല്ലാവരുടെയും കന്യകയാണ്. ആ കന്യക അടുത്ത ഡിസംബർ മാസം 25-ാം തീയതി ഇവിടെ നടക്കാൻ പോകുന്ന കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൽ ഈ യേശുക്കുഞ്ഞിനെ കൊണ്ട് വേണം വരാൻ. അപ്പം ജനനപ്പെരുന്നാളിൽ കർത്താവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ യേശുക്കുഞ്ഞുണ്ടായിരിക്കണം. എങ്കിൽ ഇന്നത്തെ ഈ വചനപ്പെരുന്നാൾ യേശു ഉള്ളിൽ രഹസ്യമായി സ്വീകരിക്കുന്ന ദിവസമാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിശ്വാസങ്ങളോടും എല്ലാ ദുരാത്മാക്കളോടും യാത്ര പറഞ്ഞ് നമുക്ക് യേശുവിൻ്റെ അമ്മമാരാകുവാൻ ദൈവേഷ്ടം ചെയ്ത് വചനമനുസരിക്കുന്നവരായി ജന്മസാവലിലൂടെ യാചിക്കാം. അതിനുള്ള തടസ്സങ്ങളോട് ഒന്നുകൂടെ യാത്ര പറയുകയാണ്. സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കുർബാന നീതിക്കുവാനെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നാളെ എല്ലാ ഞായറാഴ്ച എല്ലാ പള്ളികളിലും നടക്കുന്നതായ വചനപ്പെരുന്നാൾ ഇന്നിവിടെ നടത്തുകയാണ്. നിങ്ങൾ നാളെ ഏത് പള്ളിയിൽ പോയാലും അവിടെ നടക്കാൻ പോകുന്ന വചനപ്പെരുന്നാൾ ആദ്യമായി പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ഉള്ളിൽ യേശു പ്രവേശിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ജനിക്കുവാനും ആ യേശുവിനെ വളർത്തി സ്വർഗ്ഗാരോഹണം ചെയ്യിച്ച് പെന്തക്കോസ്തിയുടെ അനുഭവം നമ്മുടേതാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവമാതാവിൻ്റെ അറിയിപ്പിൻ്റെ ഞായറാഴ്ച പഴയ നിയമം നമ്മൾ പല വേദഭാഗങ്ങൾ വായിച്ചു കേട്ടു. അതൊക്കെയും മാതാവിനെ
പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എങ്ങനെയാണ് ഈ വചനപ്പൻ ഒരുക്കിയത്, നമ്മളെയും അതുപോലെ സഭയിലെ ആരാധനകൾ ഒരുക്കുകയാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായത്തിൻ്റെ 15 മുതലായ ഭാഗത്ത് യെശയ്യാവിലൂടെ കിട്ടിയിരിക്കുന്ന ചില പ്രവചനങ്ങൾ നമ്മുടെയും അനുഭവമാകുവാൻ ഇന്നത്തെ ഈ വചനപ്പെരുന്നാൾ ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം ഇന്നത്തെ വേദവായനക്കുറിപ്പിൽ നമ്മൾ വായിച്ചു കേട്ടത് 63 അധ്യായത്തിൻ്റെ 15 മുതൽ. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കണമേ, വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്തു നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീക്ഷതയും അത്ഭുത പ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സറിവും കരുണയും നീ എനിക്ക് നിഷേധിച്ചിരിക്കുന്നു. നീയാണല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേലെ ഞങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിലും യഹോവേ നീയാണല്ലോ ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു യുഗാരംഭം മുതൽ നിന്റെ നാമം. യഹോവേ, നിന്റെ വഴികളിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനും നിന്നെ ഭയപ്പെടാതെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം കഠിനമാകുന്നതിനും നീ ഞങ്ങൾക്ക് ഇടവരുത്തുന്നത് എന്തിന്? നിന്റെ അവകാശപത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരം ഞങ്ങളുടെ ശത്രുക്കൾ ചവിട്ടിക്കളഞ്ഞു. ഇതാ, നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാം വിളിക്കപ്പെട്ടില്ലാത്തവരും എന്ന പോലെ ഞങ്ങൾ ആയിത്തന്നിരിക്കുന്നു. പരിശുദ്ധ കന്യാമറിയാം വചനിപ്പ് പെരുന്നാളിൻ്റെ ദിവസത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഹൃദയം സമർപ്പിച്ചു കൊടുത്തപ്പോൾ യെശയ്യാ 63 15 മുതൽ 19 വരെയുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ അവസ്ഥ അവിടെ സൂചിപ്പിക്കുകയായിരുന്നു. കന്യാമറിയാമിനെ പോലെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ അതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവർക്കൊക്കെയും പറ്റിയ പരാജയങ്ങളെല്ലാം വിജയമാക്കുവാൻ വേണ്ടി സകല പ്രവാചകന്മാരുടെയും വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യജാതിയുടെ പാപത്തിൻ്റെയും പതനത്തിൻ്റെയും പാതാളം വരെയുള്ള പോക്കിൻ്റെയും കെടുതികൾ മനസ്സിലാക്കിയ മാതാവ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മനുഷ്യാവതാരത്തിന് വേണ്ടി ഒരു കന്യകയെ ആവശ്യമുണ്ടെങ്കിൽ അത് ഞാനായിക്കോട്ടെ എന്ന് പറഞ്ഞ് കന്യമറിയാം സമർപ്പിച്ചപ്പോഴാണ് കന്യമറിയാമിൻ്റെ ജീവിതം ചരിത്രം സൃഷ്ടിച്ചത്. AD BC എന്നറിയപ്പെടുന്നത് കന്യമറിയാം തൻ്റെ ജീവിതം കർത്താവിനെ ജനിക്കാൻ വിട്ടുകൊടുത്തപ്പോഴാണ് AD തുടങ്ങുന്നത്. അത് രഹസ്യമായിട്ടൊരു 4 വർഷം യേശു കുഞ്ഞിനെ വളർത്തിക്കഴിഞ്ഞാണ് അത് ലോകം അംഗീകരിച്ചെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഹേരോദാവ് മരിച്ച ആണ്ടിലാണ് AD ആരംഭിക്കുന്നത്. അതുകൊണ്ട് യേശു ജനിച്ചത് BC 4 പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മുടെ ഉള്ളിൽ രഹസ്യമായിട്ട് യേശു ജനിക്കണമെന്ന് ആരും അറിയാൻ പാടില്ല. വീട്ടിലുള്ള ആരും അറിയാതെ കൊണ്ട് യേശു നമ്മൾ രഹസ്യമായി വളരുന്ന ഒരു കാലമുണ്ട്. ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് ചിലർക്ക് വെളിപ്പെടുന്നു. അത് ബേത്ലഹേമിൽ വരുമ്പോൾ നാട്ടുകാർക്കും വിദ്വാൻമാർക്കും മനസ്സിലാവും. എന്നാൽ ഹേരോദാവിന് അത് മനസ്സിലാവുന്നില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ചാലും അത് ആർക്കും അറിയാൻ പാടില്ലാതെ മറിഞ്ഞിരിക്കുന്ന ഒരു കാലം നമുക്കും ഉണ്ടായിരിക്കും. അത് ക്രമേണ പലർക്ക് വെളിപ്പെടും. അവർ നമ്മുടെ യേശു കുഞ്ഞിനെ വളർത്തുന്നവരാകാം, തളർത്തുന്നവരുമാകാം. ഹേരോദാവ് അറിഞ്ഞപ്പോൾ യേശുവിനെ കൊല്ലാനാണ് വന്നത്. ഈ പ്രതിഭാസം എല്ലാ തലമുറയിലും എല്ലാ വ്യക്തികളിലും ആവർത്തിക്കുന്നതാണെന്ന് ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ യേശു കുഞ്ഞിനെ ഹേരോദാവ് കൊന്നോ? യേശു കുഞ്ഞിനെ ആരെങ്കിലും വാത്സല്യത്തിൽ വളർത്തിയിട്ടുണ്ടോ? കൂട്ടും കൂട്ടായ്മയും ധ്യാനമന്ദിരവും യേശു കുഞ്ഞിനെ അറിയുന്നവരുടെ സമ്മേളനമാണ്. നമ്മുടെ വീട്ടിലോ നാട്ടിലോ നമ്മുടെ ഇടവയിലോ നമ്മളെ മനസ്സിലാക്കാത്തവരുള്ളപ്പോൾ, തെറ്റിദ്ധരിക്കുന്നവരുള്ളപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ധ്യാനമന്ദിരത്തിൽ കൂട്ടായ്മയിൽ കാണും. അവിടേക്ക് നമ്മളെ ദൈവം ആനയിക്കുകയാണ്. കന്യമറിയാം വചനത്തിന് ശേഷം തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ കന്യമറിയാമിനെ മനസ്സിലാക്കുന്ന എലിസബത്തിൻ്റെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു. ആ കൂട്ടായ്മയാണ് രഹസ്യമായ യേശുവിൻ്റെ വളർത്ത പൂർത്തിയാക്കുവാൻ ഇടയാക്കിയത് എന്നുള്ളത് നമുക്ക് പ്രചോദനം നൽകട്ടെ. അപ്പോൾ ധ്യാനമന്ദിരങ്ങൾ, കൂട്ടായ്മകൾ, രഹസ്യമായ നമ്മുടെ പ്രാർത്ഥനകൾ, സുഹൃത്തുക്കളുടെ സന്ദർശനങ്ങൾ ഇവയൊക്കെയും യേശു കുഞ്ഞിനെ പരസ്പരം മനസ്സിലാക്കുന്നവർ തമ്മിലാണെങ്കിൽ അത് യേശുവിനെ വളരാൻ സഹായകരവും അത് യേശുവിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ ആത്മനിർഭരന് മുഖാന്തരമാകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ധ്യാനോടെ സമാഹരിക്കപ്പെടുന്നു. നമ്മൾ തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, മാമോദീസായിൽ ഞങ്ങളുടെ ഉള്ളിൽ യേശു എന്ന് ജനിച്ചതാണ്. എല്ലാ വർഷത്തെയും വചനപ്പെരുന്നാളിൽ യേശു കുഞ്ഞിൻ്റെ പൂമ്പൊടി ഞങ്ങളുടെ പുണ്യപുഷ്പങ്ങളിൽ വീഴുന്നുണ്ട്. അത് കായാകുന്നുണ്ടോ അതോ ഞങ്ങളുടെ പുഷ്പങ്ങൾ ഞെട്ടോടെ താഴെ വീഴുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ വർഷത്തെ ഞങ്ങളുടെ പുണ്യപുഷ്പങ്ങളിൽ, ഞങ്ങളുടെ പ്രാണക്കുട്ടിയുടെ ഇന്ന് വികസിച്ചതായ പുഷ്പങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിയിൽ വചനമാകുന്ന പൂമ്പൊടി വീണ് നിങ്ങൾ യേശു കുഞ്ഞിനെ
ആ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്നവർ, ആ ജീവവൃക്ഷത്തെ വളർത്തുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് ആ ഭാഗ്യം, മാതാവിന് ലഭിച്ച അതേ ഭാഗ്യം തരണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കുവാനായിട്ട് തന്നെ.